സിൻഡിക്കേറ്റ് അനിൽ ഇമ്മാനുവൽ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അനിൽ ഇമ്മാനുവൽ, താങ്കൾ ഈ കേസിന് പിറകെ നടന്ന ഒരു വ്യക്തിയാണ്, ഇതിനെക്കുറിച്ച് കൃത്യമായി തന്നെ ഒരു ധാരണയുള്ള വ്യക്തിയാണ്. എങ്ങനെയാണ് ഇതിന്റെ ഓരോ വഴികളെയും കുറിച്ച് ഓർത്തെടുക്കുന്നത്? ഇതില് 2022 ഞാനിത് സജീവമായി കേസിൽ ഇടപെടുന്നത്. കാരണം ഇത്ര വർഷം 1990 ഒരു സംഭവത്തിൽ 94 കേസെടുത്ത ശേഷം 2006 കുറ്റപത്രവും സമർപ്പിച്ച ശേഷം എന്താണ് ഈ കേസിൽ സംഭവിച്ചത് എന്ന് യാതൊരു രൂപവും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് 2022 ഞാനിതിന് രേഖകൾ ശേഖരിക്കാനായി ശ്രമിച്ചത്. അത് തികച്ചും ജേർണലിസ്റ്റിക്കായി ഞാനന്ന് ജോലി ചെയ്ത സ്ഥാപനത്തിൽ ഇതൊരു പരമ്പരയായി പബ്ലിഷ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണെന്ന് ഇതിനുവേണ്ടി ശ്രമം തുടങ്ങിയത്. പക്ഷെ രേഖകൾ ഏതാണ്ട് മാസങ്ങളോളം ശ്രമിച്ച് ഈ രേഖകൾ ശേഖരിച്ച്, അതായത് 90 മുതലുള്ള രേഖകളാണ്. അത് കോടതിയിൽ നിന്ന് എടുക്കുന്ന വളരെ ശ്രമകരമായിരുന്നു. അതിന് സമയമെടുത്തു. അതെല്ലാം ശേഖരിച്ച് കഴിഞ്ഞ് എത്തുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ പബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 2022 ജൂലൈ 17 ഞാൻ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് എനിക്ക് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഏറ്റെടുത്ത് വലിയ വാർത്തയാക്കുകയും എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് 2022 ജൂലൈ 17 പുലർച്ചെയാണ് ഞാനിത് പോസ്റ്റ് ചെയ്തത്. അതിനുശേഷം നിങ്ങളുടെ ഓഫീസിൽ നിന്നാണ് എന്നെ ആദ്യം വിളിച്ചത്. അങ്ങനെ വാർത്തയായി വലിയ വാർത്തയായി വന്ന ശേഷമാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും ആ ഘട്ടത്തിലാണ് ഇതിലെ രണ്ടാം പ്രതി ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിക്കുന്ന കേസ് റദ്ദാക്കാനായി. ഓർക്കണം, 1990 സംഭവത്തിൽ 2022 രണ്ടാം പ്രതി ഹൈക്കോടതിയെ സമീപിക്കുന്ന കേസ് റദ്ദാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി പക്ഷേ അയാളുടെ ആവശ്യം ഭാഗികമായി അനുവദിച്ചുകൊണ്ട് ഉത്തരവ് കൊടുത്തു. പക്ഷേ അതിൽ തൃപ്തിയാവാതെ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതിയാണ് പിന്നീട് ഒരു വിട്ടുവീഴ്ച അനുവദിക്കാൻ കഴിയില്ല, എത്രയും പെട്ടെന്ന് പോയി വിചാരണയ്ക്ക് ഹാജരാകാൻ നിർദ്ദേശിച്ച് അയച്ചത് പ്രകാരം ഉത്തരവിട്ടത് പ്രകാരമാണ് 2024 നവംബർ 20 ഉത്തരവിട്ടത് പ്രകാരമാണ് ഈ വിചാരണ തുടങ്ങി ഇപ്പോൾ ഈ ശിക്ഷയിലെത്തി നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ പോരാട്ടത്തിന്റെ വിജയം കൂടിയായിട്ട് കാണാം. തീർച്ചയായിട്ടും അന്ന് 2022 ജൂലൈയിൽ ഞാൻ പറഞ്ഞതുപോലെ അന്ന് ആ വാർത്ത ഞാൻ ജോലി ചെയ്ത സ്ഥാപനം പബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ ആന്റണി രാജു മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അത് പബ്ലിഷ് ചെയ്യാൻ അവർ തയ്യാറാകാറുന്നതുകൊണ്ട് ഞാൻ രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി. അവിടെ നിന്ന് ഇറങ്ങിയാണ് ശേഷം നിങ്ങൾ ആദ്യം പറഞ്ഞ എഡിറ്റർ മാധ്യമ സിൻഡിക്കേറ്റ് എന്നുള്ള പദവി ഞാൻ ഏറ്റെടുത്ത് ഈ പുതിയ സ്ഥാപനത്തിന് തുടക്കമിടേണ്ടി വന്നാൽ ഇടാൻ കഴിഞ്ഞത്. അപ്പോ ആ തരത്തിൽ നോക്കിയാൽ ഇതൊരു പോരാട്ടത്തിന്റെ വിജയമാണ് എന്ന് പറയാം. പക്ഷെ ഞാൻ അതിൽ അഭിമാനിക്കുന്നത് ഇതൊരു എന്റെ വ്യക്തിപരമായ നേട്ടം എന്നുള്ള നിലയ്ക്കല്ല, ഇതൊരു നിയമവഴിച്ച് ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ എനിക്ക് ഏറ്റവും വലിയ ആശ്വാസമുള്ള കാര്യം. നിയമവഴിച്ച് ഉറപ്പാക്കാൻ റൂൾ ഓഫ് ലോ പ്രിവെയിൽ ചെയ്യുന്നു എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന വിധിയാണിത്. കാരണം എത്ര സ്വാധീനശേഷിയുള്ള ആരെല്ലാം വിചാരിച്ചാൽ ഈ നാട്ടിൽ നിയമപരമായ ഒരു തീരുമാനം എല്ലാ കാര്യത്തിലും ഉണ്ടാകും. ഏത് കുറ്റകൃത്യത്തിനും നിയമപരമായ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് ഈ വിധി. അതിലാണ് ഏറ്റവും വലിയ. ശ്രീ അനിൽ ഇമ്മാനുവൽ, ഒരു സംശയം കൂടി ചോദിക്കട്ടെ. ഇങ്ങനെ തുടർച്ചയായി ഇതിന്റെ പിറകെ പോയത് കൊണ്ട് ചോദിക്കുകയാണ്, ഭീഷണി വല്ലതും ഉണ്ടായിരുന്നു ആ സമയത്ത്? ഒന്നുമില്ല. അക്കാര്യത്തിൽ സമാധാനത്തോടെയുള്ള ചില സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ആരും ഭീഷണിക്കോ അത്തരം കാര്യങ്ങൾക്കൊന്നും ആരും വന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ അത്തരം കാര്യങ്ങൾക്കൊന്നും രാഷ്ട്രീയക്കാരും മുതിരില്ല എന്നുള്ള കാര്യം നമ്മൾ സാമാന്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത്തരം അക്രമത്തിന് മുതിരുന്ന ആളുകൾ ഉണ്ടാകാം. പക്ഷേ നമ്മൾ ജേർണലിസ്റ്റുകൾക്ക് ആ തരത്തിലൊന്നും ആരും നമ്മളെ എതിരിടാനോ അല്ലെ കൈകാര്യം ചെയ്യാനോ ഉള്ള സാഹചര്യം കേരളത്തിലില്ല എന്നുള്ള ആശ്വാസകരമായ ഒരു കാര്യമാണ്. നമ്മൾ മാധ്യമ പ്രവർത്തകർ കുറച്ചുകൂടെ ഉത്തരവാദിത്തോടെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കേണ്ടതാണെന്ന അക്കാര്യത്തിൽ എനിക്ക് ചോദിച്ചതുകൊണ്ട് വ്യക്തിപരം പറയാനുള്ള അഭിപ്രായം. കാരണം ഒരു ഭീഷണിയും അത്തരം കാര്യങ്ങളൊന്നുമില്ല. സമാധാനപരമായി ജോലി എടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഈ കേരളം എന്നതുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം.